നമസ്കാരം. കല്യാണം ഒരു മനുഷ്യനെ ജീവിതം പഠിപ്പിക്കാം, ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കാം, ഒരു കുടുംബസ്ഥനാക്കിയേക്കാം. ചിലപ്പോൾ ഇതൊക്കെ മറിച്ചാവും സംഭവിക്കുക. പക്ഷേ ഇതൊക്കെ നോർമൽ ആളുകൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണല്ലോ. ഒട്ടും നോർമൽ അല്ലാത്തവരുടെ നോർമൽ വിവാഹ ജീവിതമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന ഷോയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആദ്യത്തെ കഥാപാത്രങ്ങൾ സൽപുത്രനും സത്യസന്ധനും സർവോപരി മാന്യനുമായ മിസ്റ്റർ പടവീരൻ. കുലീനയും ശാന്തശീലയും സ്വയം പര്യാപ്തയുമായ മിസ്സിസ് തിലോത്തമ. ജീവിച്ചിരിക്കുന്നവരുമായി ഈ കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അതൊരിക്കലും യാദൃശ്ചികമല്ല. കാരണം നിങ്ങൾ ഇവരെ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോടാലി കപ്പിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കും. 5-8 പേർക്ക് കൂടെ കിടക്കാൻ മാത്രമല്ല, വഴി പോകുന്ന ഭർത്താവിന് ചാടി അടിക്കാനും മലമുകളിൽ പോയി ടെന്റ് കെട്ടാനും ഏറ്റവും ബെസ്റ്റ് ആണ് കീറി പറയാത്ത ഈ പ്രോഡക്റ്റ്. നിങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്, പെട്ടെന്ന് നോക്കുക നിങ്ങളുടെ മുണ്ടില്ല. നിങ്ങൾ നോക്കുമ്പോൾ G12 സ്പെഷ്യൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് കെട്ടിയിട്ട് 4 മടക്കി കുത്തി കഴിഞ്ഞാൽ അയ്യോ മോനെ കല്യാണത്തിന് പോകാട്ടോ ലാലേട്ട എന്ന് പറയാം. സൗണ്ട് കേട്ടോ, ബസർ കേട്ടോ, അതേർത്തും കോട്ടയത്ത് നിന്നും കന്യാകുമാരി നിന്നും കോഴിക്കോട് നിന്നും 10,000 ഓർഡർ പൊക്കോണ്ടിരിക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച പ്രൊഡക്റ്റാണ്. എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യൂ. ഇതിന് ഡ്യൂറബിലിറ്റി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വിളിച്ചാൽ പോവില്ല, നിലത്തില്ല. ഇങ്ങനെ ഒന്നും കീറാത്ത G12 സ്പെഷ്യൽ പ്രോഡക്റ്റാണ് നിങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഞങ്ങൾ ഏറ്റവും സ്പെഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 100 വർഷത്തെ സ്പെഷ്യൽ ഗ്യാരണ്ടി. ഒരു തരി കീറിപ്പോൾ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് നിങ്ങളുടെ വീട്ടിൽ ഒരു സൂചിയും നൂലും അവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല പോലെ തയ്ച്ച് പൊളിച്ച് അങ്ങോട്ട് തരും. അപ്പോൾ മണിക്കൂട്ടി വീണ്ടും ഓടുന്നു, ബസർ വീണ്ടും അടിക്കുന്നു. എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യണം. ഇത് G12 സ്പെഷ്യൽ കീറി പ്രോഡക്റ്റ്. ബസറിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടു. ചൈന, ജപ്പാൻ, മംഗോളിയ, കൊറേഷ്യ, മലബാറിക്കാൻ തുടങ്ങി ഒരു ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നിൽക്കും ഈ G12 സ്പെഷ്യൽ പ്രോഡക്റ്റിന് വേണ്ടി ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ഇലക്ഷൻ പങ്കെടുത്തു, തോറ്റുപോയി. പൊക്കോ കണ്ട ഒടിയൻ മോഹൻലാൽ. ഞാനിപ്പോൾ ഒടിയൻ മോഹൻലാൽ മാറിയിരിക്കുകയാണ്. ബസർ വീണ്ടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. G12 സ്പെഷ്യൽ പ്രോഡക്റ്റ് നിങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 3.5 മിനിറ്റ്, 2.5 മിനിറ്റ്, 1.5 മിനിറ്റ്. G12 പ്രോഡക്റ്റ് തീർന്നിരിക്കുകയാണ്. നാളെ ഈ സമയം വീണ്ടും അടുത്ത പ്രോഡക്റ്റ് വരുന്നതാണ്. G12 സ്പെഷ്യൽ കീറി പറയാത്ത ബെഡ്ഷീറ്റ്. ഈ ഊളക്കാപ്പിക്ക് ഇത്ര നേരോ? കുരിപ്പിന്റെ ഒരു ചായ കുടി. ഇവനെയാണ് കല്യാണം കഴിക്കേണ്ടത്. കൊള്ളാം, റീൽസ് ഒക്കെ ആയിട്ട് വീട്ടിൽ എന്റർടൈൻമെന്റ് ആയിരിക്കുമല്ലോ. പേര് കൊള്ളാം, പടവീടൻ. നീ എന്തൊരു ജീവനില്ലാത്ത, ഇനി 3-4 ദിവസങ്ങളിൽ കല്യാണമല്ലേ, എന്തൊരു പ്രിപ്പറേഷൻസ് ഉള്ളതാ. ശരി, മുടിയൊക്കെ ഒന്ന് കളർ ചെയ്താലോ? ശരിയാ, നല്ലപോലെ കളർ ചെയ്തിട്ട് നോക്കൂ. ഫസ്റ്റ് നൈറ്റ് തന്നെ റീൽ എടുക്കാനുള്ളതായിരിക്കും ചിലപ്പോൾ. കോപ്പ് എടി, അതാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കും. ആണോ? അപ്പൊ ബ്യൂട്ടി പാർലറിലേക്ക് പോയാലോ? ശരി, പെട്ടെന്നില്ല, സമയങ്ങൾ. അങ്ങനെ ഒരു 10,000 പോയി കിട്ടി. ഒരു മണ്ടന്റെ കല്യാണാലോചന വന്നേ ഉള്ളൂ, അപ്പോഴത്തേനും കൊണ്ട് ബോധം പോയാ. എടാ, ഇനിയെങ്കിലും സീരിയസ് ആയില്ലെങ്കിലേ ശരിയാവില്ല. ജീവിതമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എടാ, നീ ആ സുധാകരേട്ടൻ്റെ നമ്പർ അയക്കോ? ആ LIC ഏജന്റ് പൊളിച്ചെടുക്കുമ്പോൾ 1 വർഷത്തേക്ക് എടുത്താൽ മതി. അതാകുമ്പോൾ ഒരു കൊച്ചൊക്കെ ഉണ്ടാകുമ്പോൾ ഉപകരിക്കും. ഓടാ, അവൻ്റെ ഒരു മോട്ടിവേഷൻ. ഇന്ന് ഡിസംബർ 26, 2004 ലോകത്തെ ഞെട്ടിച്ച ഭീകര സുനാമിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് 19 വയസ്സ്. ഹലോ ഗൈസ്, ദിസ് ഈസ് പടവീടൻ. അപ്പോൾ ഇന്നെൻ്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കൊണ്ട് കല്യാണമൊക്കെ സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ബിറ്റ് നെർവസ് ആണ് ഞാൻ. നിങ്ങളുടെ ടിപ്സ് എന്തെങ്കിലും ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, കമൻസിൽ കൂടി. ഫസ്റ്റ് നൈറ്റിന് ടിപ്സാ? നിനക്ക് എന്താ തിലോത്തമ്മേ? ഓടാ, അവൻ്റെ ഒരു മോട്ടിവേഷൻ.
കമൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലീശ ചോദ്യങ്ങൾ ഒഴിവാക്കുക. ക്ലീശ ചോദ്യം പ്രണയങ്ങളെ പറ്റി ചോദിക്കുന്ന അറിവ് മാൻ ആക്രാന്തം കാണിക്കാതിരിക്കുക. തിലോത്തമ്മ വരൂ. ഞാനെൻ്റെ പേജ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് ഉള്ള കുട്ടിയുടെ ജീവിതം വളരെ ഫണ്ണായിരിക്കും, പിന്നെ എൻ്റർടൈൻമെൻറ്റും. അവൻ അക്രമാസക്തനാവുകയോ അലമ്പുണ്ടാക്കുകയോ ബുദ്ധിഭ്രമമുള്ള പോലെ അഭിനയിക്കുകയോ ചെയ്താൽ ഇത് നീ ഉപയോഗിക്കണം, ഇത് നീ ഉപയോഗിക്കണം, ഇത് നീ ഉപയോഗിക്കണം. ഒരു ജേർണലിസ്റ്റിന്റെ കൂടെയുള്ള ജീവിതം കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. തിലോത്തമയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളവനാണ് ഈ പടവിടൻ. എങ്ങുമൊടുങ്ങാത്ത ജീവിതാസക്തികൾ പേര് നടന്ന വഴിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും പേര് നടന്നത് സത്യമോ അതോ മൃത്യുവോ? ഇതെന്താ പോകോ? എടാ, എന്തായാലും ഞാൻ കല്യാണം കഴിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്ക് വന്നു. കൊള്ളാമല്ലേ? എനിക്കെന്തോ ഈ ആദ്യത്തെ ആലോചന തന്നെ സെറ്റ് ആകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തോന്നാ? ഇന്നേ എൻ്റെ അമ്മൂമ്മയുടെ ബർത്ത്ഡേയാ. ഇന്ന് എന്ത് നടന്നാലും നല്ലതിന് വേണ്ടി മാത്രമായിരിക്കുന്ന എൻ്റെ വിശ്വാസം. എടി, നിനക്ക് എന്തടി നിന്റെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ തമ്മിൽ എന്ത് ബന്ധം? ദേ, എൻ്റെ അമ്മൂമ്മയുടെ സെന്റിമെന്റ്സ് വെച്ച് കളിക്കരുത്. ഇന്നേ തീയതി 3 വന്ന പുള്ളിയും 3 തമ്മിൽ ബന്ധമുണ്ട്. എന്ത് ബന്ധം? പുള്ളിയുടെ ബർത്ത്ഡേ എന്നാ? ഡിസംബർ 3. പിന്നെ പുള്ളിയുടെ കയ്യിൽ 2 ബൈക്കും 1 സൈക്കിളും ഉണ്ട്. 2+1 3. പിന്നെ വേറൊരു ബന്ധം കൂടി ഉണ്ട്. ഈ ആലോചന കൊണ്ടുവന്ന സുലോചന ചേച്ചി വന്ന സമയം 1 മണി. പിന്നെ അവര് പോയ സമയം എത്രയാ? 3 മണി. ആ, കണ്ടാ? 3 മണി വരെ ആ ചേച്ചീനെ അവിടെ പിടിച്ചിരുത്തിന്ന് പറ. നീ നല്ലപോലെ ജീവിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പട്ടിനൊക്കെ ഒരു പരിധിയില്ലേ? കണ്ണും കാണാൻ സൗണ്ട്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഭാര്യ ഫസ്റ്റ് നൈറ്റ് പെപ്പർ സ്പ്രേ റൂമിലേക്ക് വരുന്നത്. കാണുന്നില്ലല്ലോ. ഇന്നലെ എന്തായി? തിമിർത്ത തകർത്ത കുറെ ഊള ഫ്ലവേഴ്സ്. അന്നാ ദൈവമാർക്കെല്ലാം അവൾ ലൈവ് വെച്ച് ഞാൻ കൊടുക്കാം. ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന കാര്യം അറിയാനായിട്ട്. അവള് തത്സമയം മുൻകൂട്ടി കളിക്കട്ടെ. ഇവിടുന്ന് മുണ്ടിന്റെ തുമ്പ് പോലും കാണാൻ പറ്റത്തില്ലല്ലോ ദൈവമേ. ഈ തിക്കുറിശി പോലെ ആയി പോകാൻ തോന്നുന്നു. മുണ്ട് മടക്കി കുത്താൻ പറ്റിയാൽ മതി. ആഹാ, എന്തൊരു സുഖം കാറ്റടിക്കും, എന്തൊരു സുഖം കാറ്റടിക്കും, എന്തൊരു സുഖം. ആഹാ, പോയി അതും പോയി ഇതും പോയി എല്ലാം പോയി. കണ്ണും പോയി, വായും പോയി, തൊണ്ടും പോയി. ഇനി എന്തൊരു ഞാൻ ജീവിച്ചിരിക്കണം. കാണാൻ രസമൊക്കെ ഉണ്ട്. 450K ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നതേ ഒരു അച്ചീവ്മെന്റ് തന്നെയാ. പിന്നെ ഞാൻ എന്നിട്ട് നല്ല കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ എന്താ തേങ്ങ വിഴുങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇടി, എന്ത് കാര്യങ്ങള്? ഈ കല്യാണം എന്ന് വെച്ചാ എന്താ? ഇടി, കല്യാണം എന്ന് വെച്ചാൽ ഒരു ആകാംക്ഷയാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലത്തേക്ക് ഈ ആകാംക്ഷ കാണും. കുറച്ചു കാലം കഴിയുമ്പോൾ ആകാംക്ഷ അങ്ങ് പോവും. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള പോക്കല്ലേ. നിന്നെ പോലെ വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ കല്യാണത്തിന്റെ പുറകെ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, നീ നേരത്തെ പറഞ്ഞ പോലെ ഈ ആകാംക്ഷ കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? കുറച്ചു കാലത്തേക്കൊക്കെ ഉണ്ടാവും. മതി, അത് മതി. ഈ ആകാംക്ഷ തീരുമ്പോ വേറെ ഒരു ആകാംക്ഷ നോക്കിക്കോളാം. ഈ ലോകത്തെ എന്തോരം ആകാംക്ഷകളുണ്ട്. അല്ലാതെ ഇപ്പൊ ഈ റോട്ടിൽ കൂടെ പോണ സകല അതെ, ഇത് നീ പിടിച്ചേ. ഇത് നീ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ ഒരു മറ്റെടുത്ത ഫിലോസഫി. ലൈവിൽ ടൈമായി. സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൽ റിവ്യൂ സംസ്കാരം മാറേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ പ്രശസ്ത റിവ്യൂവറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മിസ്റ്റർ പടവീടൻ നമ്മളോട് സംസാരിക്കുന്നു. മിസ്റ്റർ പടവീടൻ, താങ്കൾക്ക് തുടങ്ങാം. നമസ്കാരം. വെറും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇവിടെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. സിനിമ നിങ്ങൾ മര്യാദയ്ക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതോടും. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള റിവ്യൂവേഴ്സ് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ. പിന്നെ എന്നെ പേഴ്സണലായിട്ട് എന്നെ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഒരുപക്ഷെ ഞങ്ങൾ പറഞ്ഞ റിവ്യൂ കേട്ട് ആളുകൾ പോകും, കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള എല്ലാ റിവ്യൂവേഴ്സുകളും കുറ്റം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വളരെ വളരെ വ്യക്തിപരമായും അല്ലാതെയും ആരെയും അധിക്ഷേപിക്കാതെയും മാന്യമായ ഭാഷ ഉപയോഗിച്ച് മാത്രവുമാണ് ഞങ്ങൾ ഇതുവരെ റിവ്യൂ പറഞ്ഞിട്ടുള്ളത്.
മിസ്റ്റർ പടവീടൻ അത്ര ലളിതമാണോ ഇവിടുത്തെ? ആമണ ഓക്കെ ഇനോഗ്രേഷൻ അല്ലേ? ഞാൻ പറയാം ശരി കോള് കഴിഞ്ഞല്ലോ അല്ലേ? മിസ്റ്റർ പടവീടൻ അത്ര ലളിതമാണോ ഇവിടുത്തെ കാര്യം? അതായത് റിവ്യൂവേഴ്സ് വളരെ മോശമായിട്ട് അഭിപ്രായം പറയുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എന്നാൽ വളരെയധികം പ്രൊഫഷണൽ ആയിട്ട് റിവ്യൂ പറയുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായ ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് എന്താ ഇനോഗ്രേഷൻ 2 ലക്ഷം? ഓക്കെ നിനക്ക് എന്തിനാ കാശ്? സെൽഫി എടുത്താൽ പോലെ. ശരി ഞാൻ വിളിക്കാം. ഒരു ചാനൽ ചർച്ച വിളിക്കും. ബൈ. പിന്നെ മിസ്റ്റർ പടവീടൻ കോള് കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. ഓക്കെ, ഇത്ര ലളിതമാണോ കാരണങ്ങൾ? അതായത് ഇപ്പം റിവ്യൂ പറയുന്ന ഒരു മോശം സ്വഭാവമല്ല, അല്ലെങ്കിൽ മോശം കാര്യമല്ല. ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് റിവ്യൂ പറയുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. മോശമായ സിനിമ മോശമാണെന്ന് തന്നെ പറയണം, അതിനകത്ത് മറിച്ചൊരു അഭിപ്രായം നമുക്കുമില്ല. പക്ഷേ ഒരാളെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇന്ന് വരെ എൻ്റെ ഒരു റിവ്യൂവിൽ പോലും മോശമായ അല്ലെ ആരെയും അധിക്ഷേപിക്കുന്ന യാതൊരുവിധ വാക്കുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല. ഇതല്ല നിങ്ങൾ തെളിയിക്കാൻ സാധിക്കുമ്പോൾ മാന്യമാരെ വിളിച്ചു പിടിച്ച് അവമാനിക്കുന്നതാ. നിന്റെയൊക്കെ ചാനൽ പിടിച്ചു പോത്തുള്ളടാ. ക്യാമറ നിനക്ക് ഇവിടെ എന്നോട് കൂടാ. ഇതിനേക്കാളും നല്ല ശമ്പളം ഈ പോലെ ഊത്ത ചാനലിൽ പഠിക്കുന്ന ആളൊന്നും അല്ല. അവനോരെ കോട്ടറാത്ത ഒരു ഊള ആങ്കർ